തീപിടിച്ചവരിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു തിരുവചനമുണ്ട്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടി ചേർക്കപ്പെടും. നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവം ഭരണം നടത്തുന്ന ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, നേരെ വിപരീതമായി തന്നെ നാം ദൈവത്തിൻ്റെ നീതിയെ ജീവിതത്തിൽ പുലർത്താൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെ ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ദൈവരാജ്യം അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നമുക്ക് വളരെ സന്തോഷകരമായ, സമാധാനപൂർണമായ, വളരെ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. വാസ്തവത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് വേണ്ടിയല്ല, മറിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരുന്ന അനുഭവങ്ങളുടെ ഒരു വലിയ കഥ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ബ്രദർ ജോയി ഔസേപ്പ് എറണാകുളം കുറുപ്പുംപടി സ്വദേശിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെ നേരിട്ട് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. താങ്ക് യു. താങ്ക്സ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവരാജ്യം അന്വേഷിച്ചപ്പോഴാണ് അങ്ങേക്ക് ജീവിതത്തിൽ ഇന്നുള്ള എല്ലാ നന്മകളും കൂട്ടിച്ചേർക്കപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പം അതിനു മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, ഒന്നുമില്ലായിരുന്നു എന്നുള്ളത്. ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു. ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടം. അത്രമാത്രം ശോചനീയമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്രമാത്രം ശോചനീയമായിരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ചെറുപ്പം, എൻ്റെ അപ്പൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. കൂലിപ്പണിയായിരുന്നു. നമുക്കറിയാം, ഒരു കൂലിപ്പണിക്കാരൻ പണിക്ക് പോയി കഴിഞ്ഞാൽ മദ്യപാനിയായ ഒരു അപ്പൻ ആ ജോലി ചെയ്ത് കിട്ടുന്ന ആ കൂലി, ദിവസക്കൂലി തുച്ഛമാണ്. ആ ദിവസക്കൂലി മദ്യത്തിന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്കൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ചെറുപ്പത്തിലുള്ള ജീവിതം. വീട്ടിൽ വന്ന അദ്ദേഹം കലഹം ഉണ്ടാക്കുമായിരുന്നു. വലിയ പ്രശ്നക്കാരനായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നക്കാരൻ. ഞങ്ങൾക്ക് വീട്ടിൽ കടന്നുറങ്ങാനോ, അല്ലെങ്കിൽ ഞങ്ങൾ അമ്മ കൂലിപ്പണിയെടുത്ത് കൊണ്ടുവരുന്ന ആ ആഹാര സാധനങ്ങൾ അവിടെ വെച്ച് അത് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആള് വരുന്നതിന് മുമ്പ് കഴിക്കണം, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആള് വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ തട്ടിത്തെറിപ്പിച്ച് എല്ലാം. അന്ന് കറണ്ടില്ല. ഭീകരജീവിയായിരുന്നു. അതെ അതെ അതെ, അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കറണ്ടില്ലാത്ത ഒരു കാലഘട്ടമാണ് അവിടെ വീട് ആയിരുന്ന സ്ഥലം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുകയാണ്, പെട്ടെന്നൊരു മണ്ണെണ്ണ വിളക്ക് തട്ടിത്തെറിപ്പിച്ചിട്ട്, അത് വൈക്കോൽ മേഞ്ഞ വരെയായിരുന്നു, തട്ടിത്തെറിപ്പിച്ച് മണ്ണെണ്ണ തെറിച്ച് വീടിന് തീ പിടിച്ചു ഒരു പ്രാവശ്യം. ദൈവത്തിന്റെ കൃപയാൽ പെട്ടെന്ന് തീ ആളി പടർന്നില്ല, പെട്ടെന്ന് കയറി അത് അണയ്ക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് എന്നെ ഒഴിവായി. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ബാല്യത്തിലെ. അപ്പൻ വൈകിട്ട് കയറി വരുന്നത് തന്നെ മക്കൾക്ക് പേടിയായിരുന്നു, ഭയമായിരുന്നു. പല രാത്രികളിലും ഞങ്ങള് വെളിയിലാണ് ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുള്ളത്. വാഴത്തുറുവിന്റെ ഒക്കെ ഉള്ളിലിരുന്നാണ് നേരം വെളുപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും അമ്മ എങ്ങനെയാണോ, ഇങ്ങനെയുള്ള പല കഥകളിലും അമ്മമാര് വളരെ സാധുക്കളായിരിക്കും. യെസ്, എൻ്റെ അമ്മ പകരം വെക്കാൻ മറ്റൊരമ്മ ഇല്ല. പകരം വെക്കാൻ ഒരേ ഒരു അമ്മയേ ഉള്ളൂ, പരിശുദ്ധ കന്യകാമറിയം. എൻ്റെ അമ്മയുടെ പേരും മറിയം തന്നെയാണ്. ഇന്ന് 96 വയസ്സുണ്ട്. ഇപ്പോഴും ആരോഗ്യത്തോടെ അമ്മ ഒരു ദിവസം 100 കണക്കിന് കൊന്തകൾ ചൊല്ലിക്കൂട്ടുന്നു. അങ്ങനെയുള്ള ഒരമ്മയാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് അന്ന് അമ്മ ഞങ്ങളെ മക്കളെ ചേർത്ത് പിടിച്ച് പറയും, മക്കളെ, 2 ആൺമക്കളാണ്, 4 പെണ്ണും 2 ആണും. 4 പെൺമക്കളും ഉണ്ട്. 4 പെൺമക്കളും 2 ആൺമക്കളും. എൻ്റെ അനുജൻ ഏറ്റവും ഇളയതാണ്, ചെറുപ്പമാണ്. എങ്കിലും അമ്മ ചേർത്ത് പിടിച്ച് പറയുമായിരുന്നു, മക്കളെ, അപ്പൻ്റെ ഈ രീതി കണ്ട് നിങ്ങൾ പഠിക്കരുത്. ഒരു നാൾ ദൈവം നമ്മളെ ഉയർത്തും. ദാരിദ്ര്യം മാറും, പട്ടിണി മാറും, ഒരു നാൾ ദൈവം നമ്മളെ ഉയർത്തും. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ സാന്ത്വനിപ്പിച്ച് അമ്മ പലപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസം തന്ന് ഞങ്ങളെ നേർവഴിക്ക് നയിക്കുമായിരുന്നു. ഈ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയൊക്കെ നടുവിലും
അതെ. അമ്മ ഇങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ആശ്വസിപ്പിക്കുകയായിരുന്നു. അടുത്ത വീടുകളിലൊക്കെ പണിക്കൊക്കെ പോകുമായിരുന്നു. അടുത്ത വീടുകളിൽ പണിക്ക് പോകുമായിരുന്നു. പണിക്ക് അങ്ങനെ കൂലിപ്പണിക്ക് തന്നെ പോയാണ് ഞങ്ങൾക്ക് ആഹാരം കണ്ടെത്തിയിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ പറ്റിയായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെ പറ്റിയില്ല. സഹോദരിമാർക്ക് അങ്ങനെ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല. കാരണം 6ഉം 7ഉം 8ഉം ഒക്കെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അപ്പൻ ഈ രീതിയിലായതുകൊണ്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരും പോണ്ടി വന്നു. കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ 6 മക്കളുണ്ട്. ഈ 6 മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബം. മറ്റ് യാതൊരുവിധ ഇൻകം ഇല്ല നമുക്ക്. ഭൂമി എന്ന് പറയുന്നത് വെറും ഒരു 10 സെന്റ് പട്ടയമില്ലാത്ത ഭൂമിയിൽ ഒരു വെഹിക്കിൾ പറ, അത്രയും ദാരിദ്ര്യം ഭൂമിയിൽ എടുക്കാൻ. ഇന്നത്തെ പോലെയുള്ള ഒരു സാമൂഹിക പരിഷ്കരണങ്ങളൊന്നും അന്നില്ലായിരുന്നല്ലോ. ഇന്നാണെങ്കിൽ നമുക്ക് കുറെ കൂടെ മാറ്റങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ഒരു കുടുംബം കിടക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടുകയും ഹെൽപ്പ് ഉണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ ഇന്ന് മറ്റു പല സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോ അതുപോലെ പട്ടിണി കിടക്കുന്ന ഒരു വീട് പോലും നമ്മുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വീടും ഉണ്ടാകത്തില്ല. എനിക്ക് തുറന്നു പറയുന്നതിൽ പക്ഷെ അന്ന് ഇത് വളരെ വാസ്തവമായിരുന്നു. കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ആ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഞങ്ങള് നല്ല കുത്തരിച്ചോറ് ഉണ്ണുന്നത് പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ്. അല്ലെങ്കിൽ റേഷനരി നമുക്കറിയാം അന്ന് സ്മെല്ലുള്ള അരിയാണ്. ആ റേഷൻ ഞാൻ എൻ്റെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ എനിക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചോറ് കൊണ്ടാതെ പോകും. ഈ സ്മെല്ലുള്ള ചോറ് ഞാൻ കൊണ്ടുപോകാതെ പോകും, എന്നിട്ട് പട്ടിണിയിരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ 8, 9, 10 ക്ലാസ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത്രയും ദാരിദ്ര്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഒരുപാട് മുറിവേറ്റ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. തീർച്ചയായിട്ടും ഒത്തിരി മുറിവേറ്റ അനുഭവം ഉണ്ട്. ഒത്തിരി മുറിവേറ്റ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫാദർ ആ ഒരു രീതിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഫാദറിനോട് ഭയങ്കരമായ വിദ്വേഷവും ദേഷ്യവും വെറുപ്പും വക വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്, ചിന്തിച്ചിരുന്ന ഒരാളാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു വലിയ ആൾ, ഒത്തിരി വയലന്റ് ആയിട്ട് അമ്മ ഈ മേക്കുണി കിടുന്ന ആളാണ്, ചെവിയിൽ പറഞ്ഞ് പിടിച്ച് വലിച്ച് ചെവി പൊട്ടിപ്പോയി. അങ്ങനെ ബ്ലഡിന്റെ ഒരു കളി, ബ്ലഡ് അങ്ങ് ഒഴുകി ഭയങ്കരമായ വിഷമായി. അന്ന് ഞാനൊരു തീരുമാനം അപ്പനെ വക വരുത്തണമെന്നൊരു തീരുമാനം. പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന. അന്ന് നിങ്ങൾ വളരെ കുഞ്ഞുങ്ങളുമായിരിക്കും അല്ലേ? അതെ, കുഞ്ഞുങ്ങളാണ്. കയറി ഇടപെടാനോ ഒന്നും ഇല്ല. 14 വയസ്സൊക്കെ എനിക്കെന്ന് പ്രായമുള്ളൂ. 14 വയസ്സാണെങ്കിൽ അത്യാവശ്യം തൻ്റെ നെല്ലിയുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചു തരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവസാനം സഖി കേട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്നാൽ ഈ പറഞ്ഞ കാര്യം ഞാൻ നടപ്പാക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ആരോടും പറയാതെ മാസങ്ങള് വെളിയിലൂടെ കലഞ്ഞ് തിരിഞ്ഞു നടന്നു. വെറുതെ നടന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വെറുതെ നടന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിന്റെ അവരുടെ അമ്മ വീട് ശകലയാണ്, നമ്മുടെ കുത്താട്ടോളം അപ്പുറം. അവനോടൊപ്പം പോയി അവിടെ ആ ചെറുപ്രായത്തില് റോഡ് ടാറിങ്ങിന് അങ്ങനെയുള്ള പണികൾക്കൊക്കെ ഏർപ്പെട്ടായിരുന്നു. 6-7 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് പോകുന്നു. റോഡ് പണിയിലെ ടാറ് കാലിൽ വീണ് കുറെ പൊള്ളലേറ്റു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിന്നെ ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഉള്ളൊരു ജീവിതമായിരുന്നു ചെറുപ്പകാലത്തുള്ള ജീവിതം. ശരിക്കും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും അപ്പന്റെ മദ്യപാനവും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളങ്ങ് വല്ലാതെ അങ്ങ് ഞെരങ്ങി നമ്മളൊന്നും അല്ലാതായി പോകുന്ന ഒരവസ്ഥ അതാണ് ഉണ്ടായത്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, സമാധാനമില്ല. സമ്പത്തില്ലെങ്കിൽ പോട്ടെ, സമാധാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് സമാധാനമില്ല, സാമ്പത്തികതയില്ല, മറ്റു യാതൊരു ഭദ്രതകളും ഇല്ലാത്ത അവസ്ഥ. അന്ന് ഈ അമ്മ നല്ലതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? അമ്മച്ചി അതിന്നും അന്നും ഇന്നും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എഴുത്തും വായനയൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ തീപിടിച്ചവരിൽ വന്നിരിക്കുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കുടുംബനാഥന്മാര്, അപ്പന്മാര് മദ്യപാനികളും അല്ലെങ്കിൽ ബറിയന്മാരും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അമ്മമാര് പ്രാർത്ഥിക്കുന്നവരായിരുന്നിരിക്കും. അവർ ഈ മക്കളെ ചേർത്ത് പിടിച്ച് വൈകുന്നേര സമയത്ത് ആ കുരിശുവരെ പ്രാർത്ഥനയും യവമാലയും ഇതൊന്നും മുടക്കം കൂടാതെ അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ച അമ്മമാര്
ആ മക്കള് ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. യെസ്, അപ്പൊ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ എന്നാ ശരിക്കും ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയത്? ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങിയത് ഞാൻ 1991 സൗദി അറേബ്യ രാജ്യത്തേക്ക് പോവാണ്. ഇറാഖ്, അങ്ങനെ പോകാനുള്ള കാരണം ഈ ഞെരുക്കം തന്നെ, വീട്ടിലെ ഞെരുക്കം തന്നെ, എങ്ങനെയും പോയി രക്ഷപ്പെടുക, ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പൊ 91 എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ അങ്ങ് പോയതാണ്? ഡ്രൈവറാണ്, ഞാൻ ഹെവി ഡ്രൈവറാണ്. അപ്പോഴത്തേനും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഹെവി ഡ്രൈവറായി, ഹെവി ലൈസൻസ് എടുത്തു. ഞാൻ നാട്ടില് ബസ്സിലും ലോറിയിലൊക്കെ ഡ്രൈവറായിട്ട് പോയി. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ചിന്ത വരുന്നേ, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ വിദേശത്ത് പോകണം. അപ്പൊ അങ്ങനെ 91 കുവൈറ്റ് ഇറാഖ് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ, യുദ്ധം അവസാനിപ്പിച്ച ആ പിറ്റേ ആഴ്ച തന്നെ വിസ ഇഷ്ടം പോലെയാണ്. അപ്പോ അങ്ങനെ പോയി 3 വർഷം 91, 92, 93 കാലഘട്ടങ്ങളിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്തു. പക്ഷെ ആ രാജ്യത്തെ നിയമം നമ്മളെ ഒരു രീതിയിലൂടെ നിൽക്കാൻ അനുവദിക്കത്തില്ല, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് 94 ഞാന് കർണമാര് പറയുന്ന പോലെ കോലൊടിച്ചിട്ടിട്ട് പോന്നു. ഇനി ജീവിതത്തിൽ സൗദി അറേബ്യയിലേക്ക് തിരിച്ച് ഇല്ല, വേറെ ഏത് രാജ്യത്ത് പോയാലും കുഴപ്പമില്ല, പാകിസ്ഥാനിൽ പോയാലും കുഴപ്പമില്ല. അത്രമാത്രം കാടൻ നിയമങ്ങളാണ്. നമ്മളെ കാഫറെന്നേ വിളിക്കത്തുള്ളൂ ഒന്ന്. പിന്നെ നമ്മൾ കാണുമ്പോൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതാണ്, അൻതബി മുസ്ലിം എന്ന് ചോദിക്കും, നീ മുസ്ലിം ആണോ എന്ന്. നമ്മളല്ല അല്ല എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ അടുത്ത് കല്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് എറിയും, കല്ലൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നമ്മള് കാർക്കിച്ച് തുപ്പും. അത് നടന്നു തുടങ്ങുന്ന അത്രയും പ്രാകൃതമായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഞാൻ പറയുന്നത് ഈ 3 വയസ്സായ കുഞ്ഞുങ്ങൾ വരെ അങ്ങനെ ചെയ്യായിരുന്നു. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് അങ്ങനെ. ഇപ്പൊ അതിനെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട് സൗദി അറേബ്യ എന്ന രാജ്യം. മനുഷ്യരായി തുടങ്ങി. യെസ്, മതം നിന്ന് ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ മനുഷ്യരായിട്ട് അവർ മാറി. അത് ശരിക്കും ഒരു പുതിയ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. അല്പമെങ്കിലും വിദ്യാഭ്യാസവും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളവർക്ക് മനസ്സിലാകും ഈ മതം തിന്ന് മാത്രം എല്ലാ കാലവും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാം, അവിടെ സിനിമ പ്രദർശിപ്പിക്കാം, നാടകങ്ങൾ അനുവദിച്ചിരിക്കുന്നു. പഴയ മതപരമായിട്ടുള്ള ആ കാടൻ നിയമങ്ങളൊന്നും തന്നെ ഇപ്പൊ അവിടെ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ ഈ മുഹമ്മദ് ബിൻ സൽമാന് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയട്ടെ, നമ്മുടെ സൗദി അറേബ്യയുടെ രാജാവിന് വേണ്ടിയിട്ട് പ്രേക്ഷകര് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമുക്ക് ഒത്തിരി നന്മകൾ അതിലൂടെ ഉണ്ടാകും. നമുക്ക് മാത്രം, നമുക്ക് ലോകം മുഴുവനും അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടാകും. തുറന്നു പറ. അങ്ങനെ 94 തിരിച്ചു പോന്നു ഞാൻ. അതിനുശേഷം 1 വർഷം ഈ 94 തിരിച്ചു വന്ന ഉടനെ തന്നെ ഒരു ധ്യാനത്തിന് പോകാനായിട്ട്. കാരണം വീണ്ടും മാനസികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. 3 അക്ക ശമ്പളത്തിലാണ് അവിടെ ജോലി ചെയ്തത്, വെറും 900 റിയാല് 3 അക്ക ശമ്പളം. അപ്പൊ അതിനകത്ത് നമ്മുടെ ചെലവും കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു 3500 4000 രൂപ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വീട്ടിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും ഒന്നും അയക്കാനൊന്നും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഒന്നും ആകത്തില്ല. അപ്പൊ അങ്ങനെ അതൊരു വിഷമമായതുകൊണ്ട് എന്നാ ഒരു ധ്യാനത്തിന് പോയേക്കാം. കാരണം ചെറുപ്പം മുതൽ ഇത്രയൊക്കെ ഞെരുക്കവും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും തമ്പുരാനെ വിട്ട് നമ്മൾ നടക്കുന്നില്ല, വിശ്വാസത്തിൽ വ്യതിചലിക്കുന്നില്ല. കർത്താവ് അത് ഒരു ദിവസം നമ്മളെയും ഉയർത്തും, അനുഗ്രഹിക്കും. കാരണം ഈ ചെറുപ്പകാലത്ത് ഞാൻ ആദ്യം പറഞ്ഞു തോന്നുന്നില്ല, അയൽപക്ക വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ലടിച്ചിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി സമയം കരഞ്ഞിട്ടുണ്ട്. കാരണം ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇറച്ചി മറ്റുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങി അത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആ പ്രിപ്പറേഷന്റെ സ്മെല്ലടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലില്ല, അത് വാങ്ങാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ കരഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയതാണ്. അപ്പോൾ ഈ 94 അപ്പോൾ ഒരു ധ്യാനം കൂടിയേക്കാം. അപ്പോഴും തമ്പുരാന്റെ സന്നിധി നമ്മൾ വിട്ടുപോയിട്ടില്ല, വിശ്വാസത്തിൽ വിട്ടുപോയിട്ടില്ല. ഞാൻ ഒരു വചനം സങ്കീർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ടല്ലോ, 40-ാമത്തെ സങ്കീർത്തനം, ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനുമാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. അതിനൊക്കെ പിന്നീടാണ് ശുശ്രൂഷയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പിന്നീട് അതിനൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്.
കരുതലുണ്ട്. തമ്പുരാന്റെ ഒരു കൃപയിൽ തമ്പുരാൻ നയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വഴിവിട്ടൊരു ജീവിതം ഉണ്ടായിട്ടില്ല. ഇപ്പൊ 94 ധ്യാനം കൂടി, ഡിവൈൻ ധ്യാനേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ കൗൺസിലർ ആയിട്ടിരുന്ന വ്യക്തി, പേരെ ഓർക്കുന്നില്ല, ആ വ്യക്തിയിലൂടെ വലിയൊരു സന്ദേശം കിട്ടി. സഹോദരന് വീണ്ടും സൗദി അറേബ്യയിലേക്കാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. സൗദി അറേബ്യയിലേക്കാണ് വീണ്ടും കർത്താവ് കൊണ്ടുപോകുന്ന മെസ്സേജ് അതാണ് വരുന്നത്. ആ ചിന്തയാണ് എൻ്റെ ഉള്ളിൽ കിട്ടുന്നത്, മറ്റൊരു രാജ്യമല്ല. അപ്പൊ ഞാനത് ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഉടനെ ബ്രൂണയ്ക്ക് പോകാൻ വേണ്ടി ഒരു ബയോഡേറ്റ കൊടുത്തിരുന്നു. ബ്രൂണ, അതിന് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ, ഏതാണ്ട് പെർ മന്ത് 1 ലക്ഷം രൂപ ശമ്പളം. ബ്രൂണ സുൽത്താൻ ഏറ്റവും വലിയ ധനിക രാജ്യമാണല്ലോ. അപ്പോൾ അവിടെ വലിയ ട്രക്ക് ഡ്രൈവറായിട്ട്, ട്രെയിലർ ഡ്രൈവറായിട്ട് അങ്ങനെ പോകാനുള്ള ബയോഡേറ്റ കൊടുത്തിട്ടാണ് ഞാൻ ഈ ധ്യാനത്തിന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ധ്യാനത്തിൽ കൗൺസിലർ കിട്ടിയത്, ഇല്ല അത് ശരിയാവത്തില്ല, തീർത്ത് പറഞ്ഞു. ഞാനിപ്പോൾ 25,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് ബ്രൂണയ്ക്ക് പോകാനായിട്ട്. അത് ശരിയാവത്തില്ല, ഇവിടെയാണ് ദൈവം വഴി കാണിച്ചു തരുന്നത്. സദരവിക്ക് വീണ്ടും എന്തോ ദൈവത്തിന് പദ്ധതിയുണ്ട്, തങ്ങളെ കുറിച്ച് എന്തോ പദ്ധതിയുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് വചനത്തിലൊന്നും അത്ര വചനമൊന്നും നമുക്ക് അറിയത്തില്ല, കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും എപ്പോഴും പറയാവുന്നൊരു വചനം, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നന്മയ്ക്കാണ്. ഏതായിരുന്നാലും കൗൺസിലെല്ലാം കഴിഞ്ഞ് തിരിച്ച് ധ്യാനം കഴിഞ്ഞ് വന്ന് ഈ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ 100 പേരുടെ ഒരു ഗ്രൂപ്പ് വിസയാണ് ഈ ബ്രൂണ എന്ന രാജ്യത്തേക്കുള്ളത്. 99 പേരും മെഡിക്കൽ ഫിറ്റായി, ഞാൻ ഒരാള് അൺഫിറ്റായി. ഇതൊക്കെയോ ഈ സന്ദേശം ഉണ്ടായിരുന്നോണ്ട് നമ്മളൊക്കെ ഒത്തിരി ദുഃഖിക്കേണ്ടി വന്നില്ല. ഇല്ല, ഒത്തിരി ദുഃഖിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് ക്ലിക്കായി എനിക്കത്, ദുഃഖിക്കേണ്ടി വന്നില്ല. ഞാൻ ഒരാള് മാറ്റി നിർത്തപ്പെട്ടു, അൺഫിറ്റ് എന്നും പറഞ്ഞ് റിസൾട്ട് വരുന്നേ. അപ്പൊ പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നീട് ഞാൻ വീണ്ടും ഓരോ ഓഫീസുകൾ ബയോഡേറ്റ കൊടുത്ത് ഓരോ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു, സൗദിക്ക് ചാൻസ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സൂപ്പർ മാർക്കറ്റില് സെയിൽസ്മാൻ കം ഡ്രൈവറായിട്ട് ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞ് വിളിച്ച്, അങ്ങനെയാണ് ഈ രണ്ടാമത് സൗദി അറേബ്യക്ക് 96 വീണ്ടും 96 ഞാൻ കടന്നു പോകുന്നത്. ഇങ്ങനൊരു സൂപ്പർ മാർക്കറ്റില് ഡ്രൈവറായിട്ട് തന്നെ ഡ്രൈവർ വേക്കൻസിൽ തന്നെ കയറി. അതുപോലെ സെയിൽസും ഉണ്ട്, അവരുടെ ഷോപ്പിലേക്ക് തന്നെ സാധനങ്ങൾ കൊണ്ടുപോവുക, കൊടുക്കുക, അങ്ങനെ കയറി. അങ്ങനെ സൗദി അറേബ്യയിൽ അങ്ങനെ ജോലി വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ലൈറ്റ് വെഹിക്കിളാണ്, കുഴപ്പമില്ല, പിക്കപ്പ് വണ്ടിയാണ്, കുഴപ്പമില്ല, ഹെവി അല്ല. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ മനസ്സിൽ ഈ ധ്യാനം കൂടി ഒരു കത്തല്ല പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 94 വന്നിട്ട് പറഞ്ഞ ധ്യാനം കൂടി. അപ്പൊ ഈ മെസ്സേജ് കാര്യങ്ങളൊക്കെ കിട്ടി, നിന്നെ വീണ്ടും സൗദിക്കാണ് കർത്താവ് അയക്കുന്നത്. അപ്പൊ എന്തോ പദ്ധതി കർത്താവ് എൻ്റെ പിന്നിലുണ്ട്. ഇങ്ങനെ ഒരു കത്തലായി ശരിക്ക്. അവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥന എടുക്കാൻ തുടങ്ങി. അന്ന് മുതലാണ് ശരിക്ക് മാതാവിന്റെ മാധ്യസ്ഥൊക്കെ തേടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കൊന്തയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ അടിക്കടി ഈ സൂപ്പർ മാർക്കറ്റിൽ ഡ്രൈവർ പോസ്റ്റിൽ നിന്ന് ഒരു ടീമിന്റെ കോർഡിനേറ്ററായിട്ട് കർത്താവ് ഉയർത്തി. റിട്ടയൽ ഡെവലപ്മെന്റ് ടീം. ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 10 ഫിലിപ്പീൻസുകളാണ്, 10 ഫിലിപ്പീനി പിള്ളേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ ഒരാൾ ഇന്ത്യൻസ്. ഇപ്പോൾ ഒരു വലിയ വണ്ടി തന്നിട്ടുണ്ട്, 10-12 പേർക്ക് ഇരിക്കാവുന്ന ഒരു വണ്ടിയും, ആ വണ്ടിയും കൊണ്ട് ഇവരെയും കൊണ്ട് നമ്മൾ ഓരോ പുതിയ മാർക്കറ്റുകൾക്കിടെ പോയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് അടുത്ത പുതിയ മാർക്കറ്റിലേക്ക് പോവുക, ഇതാണ് ഡ്യൂട്ടി, ഇതാണ്. അങ്ങനെ കർത്താവ് അവിടെ നമ്മളെ ഈ ഒരു കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പൊസിഷൻ തന്ന് അങ്ങനെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ സാലറിയിലൊക്കെ വർധനം ഉണ്ടായിരുന്നു. സാലറിയിൽ വർധനമുണ്ട്. സാലറിയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം 1200 റിയാലാണ് ബേസിക് സാലറി, 1200 റിയാൽ. ഈ 1200 റിയാലിൽ നിന്ന് കോർഡിനേറ്റർ ആയി കഴിഞ്ഞപ്പോൾ അത് 1300 ആക്കി നമുക്ക് ഇൻക്രിമെന്റ് കിട്ടി, 100 റിയാലുടെ ഇൻക്രിമെന്റ്. അങ്ങനെ 1300 ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടി സുഖമാണ്, പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും കൊന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് എനിക്ക് എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. സൗദി അറേബ്യയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ പലരും മലയാളികളോട് ഇങ്ങനെ സംസാരിച്ച് അത് ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ചോദിക്കും, ഇവിടെ എങ്ങനെയാ? അപ്പൊ അന്നേരം പറയും, നിനക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയത്തില്ലേ? പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബൈബിൾ കയ്യിൽ വെച്ചാൽ കണ്ടാൽ അപ്പോൾ പിടിച്ചുകൊണ്ട് പോവും, ജയിലിലിടും, അടി കിട്ടും. അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് ആരോടും ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്, മലയാളികളോടാണെങ്കിൽ പോലും. കാരണം മലയാളി മുസ്ലിംസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒറ്റുകൊടുക്കും. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. നമുക്ക് ഒരു മലയാളി അച്ചായനെ നമ്മൾ കണ്ടുമുട്ടി സംസാരിച്ചപ്പോൾ അത് പ്രൊട്ടസ്റ്റന്റ്
ടീം. എനിക്ക് താല്പര്യമില്ല, കാരണം മാതാവില്ലാത്തതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഈ ആഗ്രഹത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നമുക്ക് അവിടെ ഹോളിഡേ ആണ്, വെള്ളിയാഴ്ച അവധിയാണ്. ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ വെറുതെ വണ്ടി എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് കുറെ അച്ചായിമാരിങ്ങനെ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തി, ഞാൻ വെറുതെ മാതാവിന്റെ വിമലത്തിൽ സമർപ്പിച്ചിട്ട്, അമ്മേ മാതാവേ, ഇതൊരു കൂട്ടായ്മയായിരിക്കണേ, ഒരു കത്തോലിക്ക കൂട്ടായ്മയായിരിക്കണേ. അങ്ങനെ അപ്പൊ നോക്കുമ്പോൾ അച്ചായന്മാരാ, നമുക്ക് മനസ്സിലാവും. അതുപോലെ ചേച്ചിമാരൊക്കെ കയറി പോകുന്നു, കുറച്ച് പിള്ളേര് തന്നെയും പിന്നെയായിട്ട് കയറി പോകുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് പതുക്കെ അവരുടെ കൂടെ ഞാനും കയറി, വണ്ടിയൊക്കെ നിർത്തിയിട്ട് കയറി. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്, ഒരു പരിചയമില്ല, ആരെയും പരിചയമില്ല. ഞാൻ കയറി കഴിഞ്ഞപ്പോ അവര് കയറിയ മുറിയിലേക്ക്, ഒരു വീടാണ്, അവര് കയറിയതിന്റെ പുറകെ ഞാനും കയറി. ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല. അകത്ത് കയറി കഴിഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലായി, പായൊക്കെ വിരിച്ചിട്ടിരിക്കുന്നു, ഒരു ടേബിള് അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഈശോയുടെ മാതാവിന്റെ ഒരു ഫോട്ടോ ഇതിൽ വെച്ചിരിക്കുന്നു. AC റൂമാണ്. പക്ഷെ നോക്കുമ്പോൾ എല്ലാ ഹോളുകളും ഫോം വെച്ച് അടച്ചിട്ട് മറ്റേ ടേപ്പ് വെച്ച് ഒട്ടിച്ച് സൗണ്ട് പ്രൂഫ് ആക്കിയിരിക്കുകയാണ്. ഒരു 10-15 പേര് ആകെ ഉള്ളൂ. ആരാധന തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടു നിന്ന പ്രാർത്ഥനയാണ്, വലിയ അഭിഷേകത്തുള്ള പ്രാർത്ഥന. ഇതിനോട് ആരും ചോദിച്ചില്ല, ആരും ഇതിനോടൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നില്ല. പക്ഷേ ഈ 3 മണിക്കൂർ ശേഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താ പേര്, എവിടുന്ന വന്നേ, ആരുടെ കെയർ ഓഫിലാ വന്നേ? അപ്പൊ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ആരുടെയും കെയർ ഓഫിലല്ല, ഞാനിങ്ങനെ അന്വേഷിച്ചെടുക്കാറുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മ. അങ്ങനെ ഞാൻ നിങ്ങൾ കയറുന്ന കണ്ട് രണ്ടും കൽപ്പിച്ച് കയറി. വളരെ സന്തോഷമായി. എല്ലാവരും കൈയൊക്കെ തന്ന് സ്വാഗതം ചെയ്തു. വളരെ സന്തോഷമായി. ആ ആഴ്ച മുതൽ ഞാൻ പിന്നെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാറി. കൂട്ടായ്മയിൽ എല്ലാ വെള്ളിയാഴ്ചയും കൂട്ടായ്മയിൽ പോകാനായിട്ട്. ശരിക്കും ഒരു 95-ലായിരുന്നു അല്ലേ? അതെ, 95-ല് അങ്ങനെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാറി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ മാറിയല്ല, അവിടെ എല്ലാവരും വചനം പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. വചനം പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. ഒന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ബൈബിൾ നോക്കി എന്തെങ്കിലും ഒരു ചെറിയ വചനമൊക്കെ എടുത്ത് ഞാനും കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2 അച്ചായന്മാരുണ്ട്. ഒന്ന് മലങ്കര സഭയിലൊരു അച്ചായനാണ്, കൊട്ടാരക്കരയുള്ള. മറ്റേ വയനാട്ടിലൊരു ജോണി എന്ന് പറയുന്ന അച്ചായൻ. 2 അച്ചായന്മാരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് ഈ ആഴ്ചയിൽ ഒരു ദിവസം മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ആഴ്ചയിൽ ഒരു ദിവസം, ബുധനാഴ്ച ദിവസങ്ങളിൽ മാതാവിന്റെ നൊവേനയും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അച്ചായൻ പറഞ്ഞു, അടുത്ത പ്രീച്ചിങ് മിനിസ്ട്രിയിൽ ജോയി ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചായൻ ഇങ്ങനെ കുറച്ച് പേരെ സെലക്ടഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ തിരഞ്ഞെടുത്തിട്ട് പ്രീച്ചിങ് മിനിസ്ട്രി കൊടുക്കുന്നുണ്ട്. 1 വർഷത്തെ പ്രീച്ചിങ് മിനിസ്ട്രിയാണ്. അപ്പോൾ ആധികാരികമായിട്ട് വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ക്ലാസ്സാണത്. അപ്പോൾ അങ്ങനെ എൻ്റെ പേര് വന്നു. ഞാൻ ആ പ്രീച്ചിങ് മിനിസ്ട്രിയിലേക്ക് കടന്നുപോയി. 1 വർഷം കർത്താവിൻ്റെ വചനം അവിടെ അച്ഛനെ പഠിപ്പിച്ചു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിഷേക പ്രാർത്ഥന ഞങ്ങൾക്ക് തരുന്നത് മിഡിൽ ഈസ്റ്റിന്റെ ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്നത് ദുബായിലാണ്. പോൾ ഹെൻറി പിതാവാണ് ബിഷപ്പ്. അത് നമ്മുടെ ബിഷപ്പും ആള് തന്നെയാണ്. പക്ഷെ ആൾക്ക് ഔദ്യോഗികമായിട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമേരിക്കൻ എംബസിയിലൂടെയാണ് ആളെ സൗദി അറേബ്യക്ക് കൊണ്ടുവരിക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഒരു കൈവെപ്പ് സമയത്ത് ഒരുക്കും. അപ്പൊ അങ്ങനെ കൈവെപ്പ് കിട്ടി. അങ്ങനെ അവിടെ ശുശ്രൂഷയുടെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. സൗദി അറേബ്യയിലെ ശുശ്രൂഷയുടെ തലത്തിലേക്ക്. ജോലി വിട്ടോ? ജോലി വിട്ടിട്ടില്ല, ജോലിയുണ്ട്. ജോലി ഞാൻ പറഞ്ഞു വളരെ ഫ്രീ ആണ്. നമുക്ക് ജോലി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ. 5 മണി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് 5 മണിക്ക് ശേഷമാണ്. വെള്ളിയാഴ്ച നമുക്ക് അവധിയാണ്. വെള്ളിയാഴ്ചയാണ് അവിടുത്തെ കൂട്ടായ്മ നടക്കുന്നത്. അവിടെ ഇങ്ങനെ ഈ ജോലിയോടൊപ്പം ഇതുപോലെയുള്ള ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചപ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ പുറത്തറിയുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ അതിലേക്ക് വരുന്നത്. പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കത്തോലിക്ക കൂട്ടായ്മയ്ക്ക് ആദ്യമായിട്ട് പിടിക്കപ്പെടുന്ന എന്നെയാണ്. ഞാൻ അവിടെ നിന്ന് കർത്താവ് എനിക്ക് ബോധ്യം തന്നു, നീ വില്ലേജുകളിലേക്ക് പോവുക. വില്ലേജുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ പോലീസ് ഞാൻ അങ്ങനെ റിയാദ് എന്ന് പറഞ്ഞ സ്ഥലം, ക്യാപിറ്റൽ റിയാദിലായിരുന്നു. റിയാദിൽ ഞാൻ പിന്നെ വില്ലേജിലേക്ക് പോകാൻ തുടങ്ങി. 500-600 കിലോമീറ്റർ അകലെ വില്ലേജുകളിൽ പോയി. അതിന് കർത്താവ് ഒരു വഴി ഒരുക്കി. ഒരു 550 കിലോമീറ്റർ അകലെ ഈ ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലമുണ്ട് സൗദി അറേബ്യയില്. അതായത് ബുറൈദ എന്ന് പറയുന്ന സ്ഥലം, അൽക്കസീം. അവിടെയാണ് ശരിക്കും ഇവരുടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലാണ് ഇവരുടെ മേലധികാരികളെയൊക്കെ ഒരുക്കി വിടുന്ന സംഭവം അവിടെയാണ്. അപ്പൊ നമുക്ക് ഈ ചാനലിനോട് വരുന്നതുകൊണ്ട് അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോ ആ സ്ഥലത്ത് കൂട്ടായ്മയുടെ കർത്താവ് പ്രചോദനം തരികയാണ്. അങ്ങനെ പ്രചോദനം തന്ന് കർത്താവിന്റെ വഴി തുറക്കുകയാണ്. വഴി തുറക്കുന്നത് ആ സ്ഥലത്ത് കമ്പനിയുടെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കമ്പനി തീരുമാനം എടുക്കുന്നു.
അപ്പൊ അങ്ങനെ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആദ്യമേ തന്നെ സ്ഥലം കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ 10 ടീം കടന്നു പോവുകയാണ്. ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യനാണ്. ഞങ്ങളുടെ ഡയറക്ടർ, ഈ റിട്ടയർ ഡെവലപ്മെന്റിന്റെ ഡയറക്ടർ ഈജിപ്ഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ കടന്നുപോയി. അപ്പൊ അവിടെ പോയി സ്ഥലമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സ്ഥലം കമ്പനി വാങ്ങുക. ശരിക്കും ആ കമ്പനി വാങ്ങി അവിടെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ അവിടെ സുവിശേഷം കൊടുക്കാനായിട്ട് നമുക്കൊരു അവസരം ഉണ്ടാകുക, ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് എന്റെ സ്വപ്നം. ഓക്കെ, നമുക്ക് ആ കഥ നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവെക്കാം. ആ പോലീസ് പിടിച്ച കഥകളൊക്കെ ഉണ്ടല്ലോ, പോലീസ് പിടിച്ച കഥകള്, ജയിലിൽ നമുക്ക് വളരെ ആശ്ചര്യകരമായ ചില സംഭവങ്ങൾ, ശരിക്കും പോലീസ് പിടിക്കുകയും മർദ്ദിക്കുകയും എന്നാൽ അവിടുന്ന് ദൈവദൂതൻ ഇറങ്ങി വന്നതുപോലെ രക്ഷപ്പെട്ട ചില കഥകളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ കേൾക്കാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ എല്ലാവരും സൂക്ഷിക്കപ്പെടട്ടെ. അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.